ബഹിരാകാശ പര്യവേഷണത്തിൽ ചരിത്ര നേട്ടവുമായി സൗദി അറേബ്യ. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായി സൗദി ഉപഗ്രഹമായ ഷംസ് വിജയകരമായി വിക്ഷേപിക്കുകയും അതുമായി ഫലപ്രദമായ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ ആർട്ടിമിസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ബഹിരാകാശ ദൗത്യം ആരംഭിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമായി സൗദി. ബഹിരാകാശ മേഖലയിലുള്ള സൗദിയുടെ വേഗത്തിലുള്ള പുരോഗതിയെയും ആഗോള ശാസ്ത്ര പദ്ധതികളിലെ സജീവ സാന്നിധ്യത്തെയുമാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നത്. സ്പേസ് ലോഞ്ച് സിസ്റ്റം വാഹനത്തിലാണ് ഷംസ് വിക്ഷേപിച്ചതെന്ന് സൗദി ബഹിരാകാശ ഏജൻസി വ്യക്തമാക്കി. ദേശീയ വൈദഗ്ധ്യം ഉപയോഗിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, ശാസ്ത്രീയ ഗവേഷണങ്ങൾ സാധ്യമാക്കുക, അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ മുതൽ 70,000 കിലോമീറ്റർ വരെ അകലെയുള്ള ഉയർന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഉപഗ്രഹം നിലയുറപ്പിക്കുന്നത്. ബഹിരാകാശ വികിരണം, സൗര എക്സ്റേകൾ, ഭൂമിയുടെ കാന്തിക ക്ഷേത്രം, ഉയർന്ന ഊർജ്ജമുള്ള സൗകരണങ്ങൾ എന്നിങ്ങനെ 4 വൈവിധ്യമാർന്ന മേഖലകളെക്കുറിച്ച് പഠിക്കാനും സൗരപ്രവർത്തനങ്ങൾ ഭൂമിയിലുണ്ടാക്കുന്ന ഫലനങ്ങൾ നിരീക്ഷിക്കാനും ഈ ഉപഗ്രഹം സഹായിക്കും. സൗദി വിഷൻ 2030ന്റെ ഭാഗമായുള്ള നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക് പ്രോഗ്രാമിന് കീഴിൽ രാജ്യത്തെ പ്രതിഭകളാണ് ഈ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്. ബഹിരാകാശ കാലാവസ്ഥ നിരീക്ഷിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ ദൗത്യം കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങൾ പങ്കാളികളാകുന്ന ആർട്ടിമിസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം മനുഷ്യരെ ചന്ദ്രഭ്രമണത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ബൃഹത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് സൗദി ഇപ്പോൾ നിർണായക പങ്കാളിയായിരിക്കുന്നത്. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.